4 കാര്യമാണ് ഈമാൻ. 4 കാര്യം ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാവും. من أحب لله وأبغض لله وأعطى لله ومنع لله. من أحب لله ഒരാൾ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ആരെയും സ്നേഹിക്കും? അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കാവുന്നവരെ സ്നേഹിക്കും. ഭാര്യയെ അതിന് പറ്റൂലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കൂല, ഭർത്താവിനെ അതിന് പറ്റൂലെങ്കിൽ സ്നേഹിക്കൂല. സ്നേഹിച്ചത് ആർക്ക് വേണ്ടിയാവണം? അല്ലാഹ്. ഈ കലണ്ടറിൽ തന്നെ ഹിജ്റ കൊടുക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, എന്നും ഒരാൾ ആശ്രയിക്കേണ്ടതാണ് എന്ത്? കലണ്ടർ. അപ്പൊ ഓരോ ദിവസവും നമ്മളെ ഹിജ്റ ഓർമ്മപ്പെടുത്തും. നീ അള്ളാഹുവിന് വേണ്ടി പിടിയാ. 4 കാര്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാൻ ഉണ്ടാവും. من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. ഒരാൾ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പ്രേമിച്ചു. ആരെയും? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. പിന്നെയും ഹിജ്റയാണ്. ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഉബൈദ ജോർദാനിലുണ്ട്, അമ്മാനിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുണ്ട്. അള്ളാന്റെ സഹായം കൊണ്ട് ഒരുപാട് തവണയും ആ മഖ്ബറയുടെ മുന്നിൽ പോകാൻ റബ്ബി വിനീതന് അവസരം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു മഖ്ബറയാണ്. ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നനയിപ്പിക്കുന്ന മഖ്ബറയാണ്. എന്തുകൊണ്ട്? 3ാമത്തെ ഖലീഫ ആരാണ്? ഉമർ ബിൻ ഖത്താബ് തങ്ങളെ അമീറുൽ മുഅ്മിനീൻ ബഹുമാനപ്പെട്ട 2ാം ഖലീഫയോട് ചോദിച്ചപ്പോൾ എനിക്കറിയുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു എനിക്കറിയുകയില്ല. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ ലിഅന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ 3ാമത്തെ ഖലീഫയാണെന്ന് പറയുമായിരുന്നു. എന്തുകൊണ്ട്? അബൂ ഉബൈദ ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണെന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഹിജ്റക്കാൻ പിന്നെ ബാപ്പാന്റെ ബാപ്പാന്റെ തലയെടുത്ത് ആര്? മഹാനായ അബൂ ഉബൈദ. എപ്പോഴാ തലയെടുത്തത്? ലമ്മാ സബ്ബൻ നബിയൽ മുസ്തഫ, ഹബീബിനെ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ അബൂ ഉബൈദ ഒന്ന് ചാടുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ പാപ്പാടെ തലയായിരുന്നു എന്ന് അസ്ഹാബ് റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. അതന്നെ ഹിജ്റ. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ്. എയും ബിയും കച്ചവടക്കാരനാണ്. എക്ക് ബീനെ കൂട്ടിയതുകൊണ്ടല്ല ലാഭം. പക്ഷേ ബി നിസ്കരിക്കൂല, അല്ലെങ്കിൽ ഒമ്പൊലിക്കൂല, അല്ലെങ്കിൽ കള്ളുടിക്കൂല. കുറച്ച് ക്ഷമിച്ചു, നമുക്ക് നന്നാവൂടാ. അപ്പൊ പിന്നെ ബി ഉറപ്പിച്ചു പറഞ്ഞു, ഈ അതിൻ്റെ അടുത്ത് നിന്ന് കാക്കണ്ട എന്നാ പറഞ്ഞു. കണക്കൂട്ടി എന്നെ എന്താ ജീവിതമൊക്കെ ഇരുളാണ്, എന്നാലും ഈ പരിപാടി നടക്കൂല. നിലമ്പൂരടുത്ത് ഒരു ആചാര്യ ഒരു രാത്രി എനിക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചോദിച്ചു, ഉസ്താദെ ഖാദിയാനികളെ കൂടെ കച്ചവടം ചെയ്യുന്നതിന്റെ മസല എന്താണ്? ഞാൻ പറഞ്ഞു, അത് ഖാദിയാനികളെ കൂടെ നമുക്ക് കച്ചവടം നടത്തൽ ഒരു നിലക്കും നടക്കൂല. അത് ആരെ കൂടെ കച്ചവടം ചെയ്താലും ഖാദിയാനികളുടെ കൂടെ കച്ചവടം നമുക്ക് നടക്കൂല. നമുക്ക് ആരുടെ കൂടെയും കച്ചവടം ചെയ്യാം. ഒരു മുസ്ലിമിന് ആ മുസ്ലിമിന്റെ കൂടെ കച്ചവടം ചെയ്യാം, അതൊക്കെ ഉണ്ട്. പക്ഷെ ഖാദിയാനിയുടെ കൂടെ നടക്കൂല. എന്തുകൊണ്ട്? അവൻ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സിഫത്ത് ആകുന്ന ബഹുമാനപ്പെട്ട ഖത്മുൽ റിസാലയെ നിഷേധിക്കുന്നവനാണ്. അത് നടക്കൂല. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ ദുബായിലുള്ള ഇന്നാലിനോനെ നിങ്ങൾ നമ്പർ നിങ്ങളെ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചു പറഞ്ഞാളി. അവനൊരു ഖാദിയാന്റെ കൂടെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ആ കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാളി എന്ന് പറഞ്ഞു. ഞാൻ ഇവനെ അടിച്ചു. അപ്പോൾ അവൻ തിരിച്ചടിച്ചു. എന്ത് ഉസ്താദിനെ വെച്ചു, ആ കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ, ബാപ്പാക്ക് ഇതിന്റെ കാര്യം അറിയില്ല. ഞാൻ കച്ചവടം തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് ഇവൻ ഖാദിയാനാണ്. അതുകൊണ്ട് ഇനിയിപ്പോ നിർവാഹമല്ല ഉസ്താദെ, 25 ലക്ഷം റുപ്യ 10 കൊല്ലം മുമ്പാണ് ഈ സംഭവം. 25 ലക്ഷം റുപ്യ കച്ചവടത്തിൽ ഇട്ടുപോയി, അതുകൊണ്ട് ഇനി നിർവാഹമല്ല ഉസ്താദെ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ വീണ്ടും ഞാന് ബാപ്പാക്ക് വിളിച്ചു. ബാപ്പാനോട് പറഞ്ഞു, അതിന് 25 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടുണ്ട് അത്ര, അതുകൊണ്ട് ഇനി നിർവാഹമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പേര് പറഞ്ഞു ഞങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്, അതുകൊണ്ട് പേര് ഞാൻ പറയാത്തത്. എന്റെ മകനായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ 25 ലക്ഷം ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടി പറയും.
അള്ളാഹ്ക്ക് പൊരുത്തല്ലാട്ടെ നമുക്ക് വേണ്ടെന്ന് പറയും. ഞാൻ കല്ല് വെട്ടാൻ കുഴിയിൽ ഇറങ്ങിയിട്ട് കല്ല് വെട്ടി പോറ്റിയവനാണ് അവൻ. അതൊന്നും അവനോട് പറഞ്ഞാളിന്നാണ്. ആയിക്കോ, ഞാനത് വിളിച്ചു പറഞ്ഞു മാസലാം ഉസ്താദെ, ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇനി ഉണ്ടാവില്ല. 25 ലക്ഷം ഒഴിവാക്കി. ആർക്ക് വേണ്ടി പറയാം? ആർക്ക് വേണ്ടി? ഇല്ല. അത് ഇവിടെ മഴ പെയ്യുന്നത് എന്തുകൊണ്ട്? നല്ല മനുഷ്യന്മാരുണ്ട്. മഴ നിൽക്കുന്നത് എന്തുകൊണ്ട്? നല്ല മനുഷ്യന്മാർ. ഹിജ്റ ഇല്ലാത്ത ദീൻ ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുക. തേരൂലടാന്ന് പറയാ. ഹിജ്റ സ്വന്തം പോലെയുണ്ടാവും. അനുജന്മാർക്കും അനുജന്റെ ഭാര്യമാർക്കും അനുജന്മാർ കിട്ടിയ ഭാര്യമാർക്കും വീട്ടിലുള്ള കുട്ടികൾക്കും ഒരു സിനിമ കാണാതെ രാത്രി ഉറങ്ങാൻ കഴിയില്ല. ഇവനത് നടക്കൂല. അപ്പോൾ സ്വന്തം വീട്ടിൽ അന്യനാവും. അതൊരു ഹിജ്റയാണ്. അല്ലെങ്കിലോ പുതിയതായ പെട്ടി കെട്ടിക്കൊണ്ട് വന്നൊരു പെണ്ണ് സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നതാണ്. ഈ തമ്മാടിത്തരം നടക്കുന്ന വീട്ടിലാണ് ആ പെണ്ണ് എത്തിച്ചേർന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാവും. നാത്തുമാർ ഇവളോട് ദേഷ്യപ്പെടും. അവിടെയുണ്ട് ഹിജ്റ. മറക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണ് മറക്കാത്ത കൂട്ടത്തിൽ കൂടി. അപ്പോൾ പാവൾ പറഞ്ഞു എനിക്ക് നടക്കൂല, ഞാൻ മറച്ചേ പോവുള്ളൂ. അതിന്റെ പേരിൽ നാത്തുമാരിൽ നിന്ന് പ്രയാസമുണ്ടായി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതും അവിടെയുണ്ട് ഹിജ്റ. എവിടെയും ഹിജ്റയുണ്ട്, എവിടെയുണ്ട്. കൂട്ടുകാരിൽ ഹിജ്റയുണ്ട്. ചങ്ങാതിമാരെല്ലാം തമ്മിൽ ശത്രുക്കളാകും. മുത്തഖീങ്ങളല്ലാത്ത എല്ലാ ചങ്ങാതിമാരും മഹ്ശറ തുടങ്ങിയാൽ ശത്രുക്കളാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അപ്പൊ അവിടെയും ഹിജ്റയുണ്ട്. മുത്തഖീങ്ങളല്ലാത്തവരെ പേടിയേണ്ടി വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുസ്ലിമീങ്ങളായി പോയ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചില മക്കക്കാർ മുസ്ലിങ്ങളായി. ഇത് നാട്ടിലറിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഉഖ്ബ നേരെ കഅബയുടെ പരിസരത്തേക്ക് ചെന്നപ്പോൾ പുതിയ മുസ്ലിങ്ങളായ ഈ ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. അപ്പോൾ ഉഖ്ബ ദേഷ്യപ്പെട്ടു. മുസ്ലിമാവേ മുഹമ്മദിന്റെ അടുത്ത് പോയി എന്നിട്ട് ഉഖ്ബ നിങ്ങളെ കൂടെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഉഖ്ബയോട് അവർ പറഞ്ഞു ഞങ്ങൾ മുഹമ്മദിനെ വെടിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മുഹമ്മദിനെ വേണ്ട. അതായത് രാവിലെ മുസ്ലിമായവർ വൈകുന്നേരം കഴിഞ്ഞ കാഫിറായി. അപ്പോഴാണ് സൂറത്തുൽ ഫുർഖാനിലെ ഏതായത്ത് ഇറങ്ങിയത്. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. الله നമ്മളെ കാക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടുകാരനായ ഉഖ്ബക്ക് വേണ്ടി വെടിയാതെ നടന്നവൻ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിയാൽ കൈയും കടിക്കേണ്ടി വരും. എന്നിട്ട് അവൻ പറയും റസൂലിന്റെ വഴിയിൽ തന്നെ എനിക്ക് പോകാമായിരുന്നല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യാ വൈലതാ എന്റെ നാശമേ ലൈതനി ലമത്തഖിർ ഫുലാന ഖലീലാ. എനിക്ക് അന്ന് തന്നെ ഒഴിവാക്കാമായിരുന്നു. ലഖദ് അളല്ലനി അവനല്ലേ എന്നെ പിഴപ്പിച്ചത് എന്ന് കോടതിയിൽ വെച്ച് പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ നിന്നിട്ടുന്നില്ല, നിങ്ങൾക്ക് ടോട്ടൽ ആ വിഷയം പറഞ്ഞു തരാൻ മാത്രം എന്റെ ഉദ്ദേശം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇനി 1-2 കാര്യം പറയാനുള്ളത് കൊണ്ട് ഞാൻ അവിടുന്ന് പോരാണ്. മൊത്തത്തിൽ ദീനി കലണ്ടർ ഹിജ്റ കലണ്ടർ ആകാനുള്ള കാരണം എന്താ? എന്തും അല്ലാഹുവിന് വേണ്ടി വെടിയാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ തയ്യാറാണ്. എന്തും വെടിയാം, എപ്പോഴും അല്ലാഹുവിന് വേണ്ടി എന്തും വെടിയാൻ തയ്യാറാണ്.
അള്ളാഹ്ക്ക് വേണ്ടി എന്ത് മടിയുണ്ടെന്ന് അവന് പ്രയാസം ഉണ്ടാകില്ല. ഏത് സുഖം, ഏത് സൗകര്യം, എന്തും പഠിക്കണം, എന്തും അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാക്കണം. അപ്പോൾ ഇവർ യഥാർത്ഥ മുഅ്മിനാകും. അതാണ് മുഹാജിരീങ്ങൾ കാണിച്ചത്. അത് കാണിക്കാത്തവരാണ് സ്വീകരിച്ചതുമില്ല. പ്രേമിച്ച പെണ്ണിനെ പ്രേമിച്ചിട്ട് ഹിജറ വന്നു ഒരു സഹാബി, ഒരാൾ മുസ്ലിമായി, ഒരു സഹാബി മുസ്ലിമായി. എന്നാൽ ഹിജറ പോയില്ല. കാരണം ആ സഹാബി പ്രേമിക്കുന്ന പെണ്ണ് മക്കയിലായിരുന്നു. അപ്പോൾ അവളെ ഒഴിവാക്കി പോകാനുള്ള ഒരു മടി. കുറച്ചു കാലം കഴിഞ്ഞ് അവൾ മുസ്ലിമായി, അവൾ ഹിജറക്ക് തയ്യാറായപ്പോൾ ആ ഹിജറ സംഘത്തിൽ ഇയാളും. അങ്ങനെ ഇവർ മദീനയിലേക്ക് ചെന്നു. അപ്പൊ ഇയാളുടെ ഹിജറയിൽ 2 ലക്ഷ്യമുണ്ട്. എന്താ 2 ലക്ഷ്യം? ഒന്ന് ഹിജറ വരിക, ഒന്ന് പ്രേമിക്കുന്ന കാമുകിയെ കൂടെ കൂട്ടുക. മദീനയിൽ ചെന്നാല് ഇഷ്ടപ്പെട്ട ഇണകളെ റസൂലിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ സഹാബി 2 ലാക്കാക്കി. ഒന്ന് ഹിജറയും കിട്ടും, 2 പെണ്ണിനെയും കിട്ടും. അപ്പോൾ ഈ വന്ന് കയറിയ ഉടനെ ഹബീബായ നബി പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ. പെണ്ണിന് വേണ്ടി ഹിജ്റ വന്നാൽ പെണ്ണിനെ കെട്ടാം, ഹിജ്റ ഉണ്ടാവില്ല. വെടിയൽ അവിടെ പൂർത്തിയായിട്ടില്ല. സത്യത്തിൽ ആഴത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഒക്കെ മാനസികമാണ്. എല്ലാം മാനസിക ഭാവങ്ങളാണ്. നിസ്കാരം, നരകത്തിൽ കിടക്കുന്ന നിസ്കാരമുണ്ട്, സ്വർഗത്തിൽ കിടക്കുന്ന നിസ്കാരമുണ്ട്. വക്കത്തിലാവണോട് കൂടെ ഒരാൾ നിസ്കരിച്ചു, അതിന് ചില സുഖഭോഗങ്ങൾ ഒഴിവാക്കണം. അവനന്റെ സുഖത്തിന് നോക്കി നിസ്കരിച്ചു, അപ്പോൾ അവിടെ അവനന്റെ സുഖം പരിഗണിക്കാം. സുഖം നോക്കി നിസ്കരിക്കുന്നവൻ മുനാഫിക്കായി, വഖത്ത് നോക്കി നിസ്കരിച്ചവൻ മുഅ്മിനുമായി. അവിടെ എന്തില്ല? ഹിജ്റയില്ല. ഫവൈലുൽ മുസല്ലീൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ നിസ്കരിക്കുന്ന പലർക്കും നരകമാണ് എന്ന ആയത്തിറങ്ങിയപ്പോൾ ചില സ്വഹാബികൾക്ക് പേടിയായി, നിസ്കരിച്ചിട്ടും നരകമോ? അപ്പോൾ ഹബീബ് പറഞ്ഞു, നസലത്ത് ബിൽ മുനാഫിഖ് യജ്ലിസ് യർഖുബു الشمس حتى إذا دنت أن تغرب بين قرني الشيطان فيقوم فينفر 4 نقر الغراب ليطمئن فيها ولا خشع ولا يذكر الله فيها إلا قليلا. ഇത് മുനാഫിഖിനെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താ. നിങ്ങൾ പേടിക്കണ്ട. യജ്ലിസു, അവൻ വഖത്തായാലും അങ്ങനെ ഇരിക്കും. സൂര്യനിലേക്ക് നോക്കിയിരിക്കും. നേരം കഴിഞ്ഞിട്ടില്ലല്ലോ, അവന്റെ സുഖമൊക്കെ അവൻ ആസ്വദിക്കും. സൂര്യൻ അസ്തമിക്കാൻ പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിൽ സൂര്യൻ അസ്തമിക്കാൻ ഉദ്യമിക്കുമ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് അവൻ കൊത്തും. കൊത്തും മിൻകാറാണ് കൊക്ക്, യൻകുറു കൊത്തും, നഖറൽ ഖുറാബി കാക്ക കൊത്തും പോലെ. എന്താ കാക്കയെ പറ്റി പറയാൻ കാരണം? തിന്നാൽ പൂതി ചെയ്യാത്ത ജീവിയാണ് കാക്ക. ഒന്ന് കൊത്തുമ്പോഴത്തേന് പിന്നെ കൊത്തും. ഫാസ്റ്റായ മൂവ്മെന്റ് ആയിരിക്കും. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കാക്ക എന്ന് പറഞ്ഞാൽ കാക്ക ഹരീസോ, ഭയങ്കര അലച്ചക്കാരന. കാക്ക 2 ദ്വാരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാക്കക്ക് ഒന്ന് മുന്നിലെ വായ, ഒന്ന് ബാക്കിലെ ദ്വാരം. എപ്പോഴും തിന്നും, എപ്പോഴും ഹരീസ, ഭയങ്കര അലച്ചയാണ്. അവ എന്തുകൊണ്ട്? കുറച്ച് ഭക്ഷണ പദാർത്ഥം കണ്ടാല് ഇതിപ്പോൾ തീർക്കണം എന്നാണ് ആരുടെ വിചാരം? കാക്ക അതുകൊണ്ട് കാക്ക ഫാസ്റ്റായി കുത്തും. അതുകൊണ്ടാണ് കാക്ക കുത്തും പോലെ സ്കരിക്കും. അതിൽ തുമഅനിനത്തില്ല, വലാ ഖശഅഇല്ല, വലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ. കുറഞ്ഞ നിലക്കല്ലാതെ നിങ്ങൾ ചെല്ലാൻ കഴിയുകയുമില്ല. ഈ നിസ്കാരം നരകത്തിൽ പോകും. എന്തുകൊണ്ട്? അത് അവന്റെ സുഖത്തിനനുസരിച്ച നിസ്കാരം, അതിൽ ഹിജ്റ ഇല്ല. അതുകൊണ്ടാണ് നിസ്കാരം നരകമാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് കണക്കൂട്ടിക്കോളൂ. അപ്പൊ ദീൻ എന്നാൽ എന്താ? ദീൻ ഹിജ്റ. എന്തോ അല്ലാഹു കൊടുത്ത് തയ്യാറാവും എന്തിനും, ഏത് സുഖങ്ങളെയും സൗകര്യങ്ങളെയും. അപ്പോൾ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു പ്രവിശാലമായ സംഗതിയാണ്.